ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ മോളെ രാവിലെ തന്നെ സ്കൂളിൽ അയക്കുന്ന കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടുനോക്കുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്ന് ഇന്നിപ്പം പത്തിലും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഓൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതും. മുട്ട റോസ്റ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക്. ഇന്നലെ പറഞ്ഞു എന്നോട് മുട്ട റോസ്റ്റും പത്തിലും മതിയെന്ന്. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം കുറേ ആൾക്കാർ നല്ലത് പറഞ്ഞിന്, ഇനി എപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടണം, കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോ ഇടണം, നിർത്താൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിന്. അതിലെല്ലാം ഭയങ്കര സന്തോഷം. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ് വീഡിയോ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നെല്ലാം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് എന്തെല്ലാം ചേഞ്ചസാണ് വരുത്തേണ്ടതെന്ന്. പിന്നെ ആദ്യമായിട്ടെല്ലാം വീഡിയോ ഇടുമ്പം എല്ലാവർക്കും എന്തായാലും കുറവുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഈ ഒരു ടൈമിൽ ശരിക്കും രാവിലെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഉണ്ടാവില്ല, ടൈമും കിട്ടുമില്ല. കാരണം സ്കൂളിൽ അയക്കുന്ന തിരക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. രാവിലെ ഫുഡ് ആക്കണം, അതിൻ്റെ കൂടെ തന്നെ മോളെ ഒരുക്കി അയക്കണം. അതെല്ലാം ആവുമ്പം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഒരു സമയം കിട്ടൂല. പിന്നെ ഇന്ന് വലിയൊരു പണിയൊന്നുമില്ല ഫുഡാക്കാൻ, സിമ്പിളായിട്ട് ആക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ഫുഡിൻ്റെ കൂടെ തന്നെ ഒക്കെ സ്നാക്സും കൊണ്ടുപോകണം. അപ്പം ഞാൻ ചില സമയത്ത് സ്നാക്സ് എല്ലാം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ബ്രെഡ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഫ്രൂട്ട്സ് ഉണ്ട്, അത് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ രാവിലെ പോകുമ്പം ഫുഡ് കഴിക്കലും ഭയങ്കര കുറവാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒക്കെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്നാക്സ് കുറച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഫുഡാക്കലെല്ലാം കഴിഞ്ഞ് പത്തിലും കറിയെല്ലാം അവിടെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പം ഓളെ വിളിച്ച് ഓളെ ഒരുക്കലാണ്. പിന്നെ രാവിലെ എണീക്കാൻ വലിയ മടിയൊന്നുമില്ല. ഇപ്പം ആദ്യമെല്ലാം ഉണ്ടായിനി, ഇപ്പം പിന്നെ സ്കൂൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. രാവിലെ ഇൻട്രസ്റ്റോടു കൂടി തന്നെ എണീക്കും. പിന്നെ എനക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുടിയെല്ലാം കെട്ടി ഒരുക്കിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. പെൺകുട്ടികളെ ഇങ്ങനെ റെഡിയാക്കാനും എല്ലാം നല്ല പാങ്ങല്ലേ, മുടി കെട്ടാനും അങ്ങനെ. അപ്പം എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞാനോളെ റെഡിയാക്കുന്നുണ്ട്. ഓള് വൈകുന്നേരം വരാൻ വേണ്ടി ഏകദേശം 3:30 ആ ഒരു ടൈമെല്ലാം ആയാൽ അതുവരെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ശരിക്കും സ്കൂളിൽ അയക്കുന്ന ഉമ്മമാർക്കെല്ലാം അറിയായിരിക്കും അത്. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കാനൊരു ഒന്നിനൊരു മൂഡുണ്ടാവില്ല അങ്ങനെ. അതുകൊണ്ടാണ് ശരിക്കും ഞാനിപ്പം വീഡിയോ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അതാവുമ്പം വീഡിയോ എടുക്കലും പിന്നെ എഡിറ്റ് ചെയ്യൽ, അപ്ലോഡ് ചെയ്യൽ അതെല്ലാം ആകുമ്പം കുറച്ചെല്ലാം ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ. പിന്നെന്ത് ഓളെ റെഡിയെല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫുഡ് കൊടുക്കലാണ്. ഫുഡ് കൊടുക്കലൊരു ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കഴിയില്ല. അതിപ്പോൾ നമുക്കായാലും അങ്ങനെയാണ്, രാവിലെ തന്നെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്തോ പോലെയല്ലേ ഉണ്ടായാൽ. അതുകൊണ്ട് എന്നാലും നിർബന്ധിച്ച് എന്തെല്ലോ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും പിന്നെ ഫുള്ള് തിരക്കായിരിക്കും. ഒക്കെ ഫുഡ് കൊടുക്കൽ, ഓളെ ഫുഡ് എടുത്തു വെക്കൽ എല്ലാം കൂടി ഒന്നരപ്പാടെ ഫുള്ള് ഇതിട്ട് തിരക്കില്ല ടൈമാണ്. അപ്പം ഞാൻ ഇതാ ഓളെ ഫുഡെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏകദേശം ടൈം ആയിട്ടുണ്ടാവും, 8 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.